പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിടിയാക്ക ഗർ എന്ന് പറഞ്ഞിട്ടൊരു കഹാനി പഠിച്ചു കഴിഞ്ഞു. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. പഹ്ചാനേം ലിഖേം, തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തിനുക്ക എന്നും ചോഞ്ച് എന്നും ഇവിടെ തന്നിട്ടുണ്ട്. തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി, അതാ പുൽക്കൊടി, ഇതാ ചോഞ്ച് ചുണ്ട്, കണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 ബലൂൺ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത്, ഈ ചരട്, ഈ നൂല് ഇങ്ങനെ നോക്കുക എങ്ങോട്ടാണ് ഈ നൂല് പോയത്, അതിനനുസരിച്ച് അതിന്റെ ആൻസർ ഇവിടെ എഴുതി കൊടുക്കുക. ഈ നൂല് ഇങ്ങനെ എവിടേക്കാണോ പോയത് അതിന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫസ്റ്റിലത്തെ ബലൂണിന്റെ നൂല് ഇങ്ങനെ പോയിട്ട് എവിടെ എത്തിയത്? പ്രാവിന്റെ കൊക്ക്, ചുണ്ടിലാണ് എത്തിയത് അല്ലേ? അപ്പൊ ചുണ്ടിന് എന്താ പറയണത്? ചുണ്ടിന് ചോഞ്ച്. കണ്ട, ഇത് ചോഞ്ച്. ഇതാണ് ഇവിടേക്ക് എഴുതേണ്ടത്. ഈ ചോഞ്ച് എന്ന് ഇവിടേക്ക് എഴുതാം. മനസ്സിലായോ? അടുത്തത് തിനുക്ക എന്നാണ്. തിനുക്ക എന്ന് ഈ 2ാമത്തെ ബലൂണിലേക്ക് എഴുതി കൊടുക്കാം. തിനുക്ക, ഇത് തിനുക്കേന്റെ അടുത്തേക്കാണ് ഈ ചരട് പോയത് അല്ലേ? അപ്പൊ ഈ തിനുക്ക എന്നത് ഈ 2ാമത് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ചിടിയാക്കി ചോഞ്ചുമേ ക്യാ ഹേ എന്നാണ് ചോദിച്ചത്. ചിടിയന്റെ ചുണ്ടിൽ എന്താണ് ഉള്ളത്? തിനുക്ക നമ്മളിപ്പോ ഇവിടെ കണ്ടതല്ലത്. നമ്മളിപ്പോ ഇവിടെ കണ്ടതാണ് തിനുക്ക എന്ന്. ഇതാ തിനുക്ക. അതിന്റെ ആൻസർ തിനുക്ക എന്നാണ് എഴുതേണ്ടത്. ചിടിയാക്കി ചോഞ്ചുമേ ക്യാ എന്നുള്ള ഈ സ്ഥാനത്ത് തിനുക്കാഹേ എന്ന് എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറക്കി എഴുതുക. ചിടിയ കീ ചോഞ്ച് മേം, ഈ സ്ഥാനത്ത് തിനുക്ക എന്ന് എഴുതാം. ഈ സ്ഥാനത്ത് ഈ ക്യാ അത് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് എന്ത് എഴുതണം? അത് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് തിനുക്ക എന്ന് എഴുതാം. ഓക്കെ, ചിടിയുടെ ചുണ്ടില് തിനുക്കയാണ് ഉള്ളത്. ഇനി പഹ്ചാനെ ഓർ ലിഖേം, തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞത്. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ, വീട്ടിന്റെ ഉള്ളില്, അതായത് പക്ഷിക്കൂട്ടിന്റെ ഉള്ളില് ചിടിയാക്കെ ബച്ചേ ഹേ, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ പിക്ചറിൽ എവിടെയാണ് അങ്ങനെയുള്ളത്? ഇതാണ് അല്ലേ? അപ്പൊ ആ സെന്റൻസ് ഇതിനെ നേരെ എഴുതി കൊടുക്കാം. മനസ്സിലായോ? ഈ പക്ഷിക്കുഞ്ഞുങ്ങളുള്ള പിക്ചറിന് നേരെ പക്ഷിക്കൂട്ടിൽ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് എന്ന ആ സെന്റൻസ് ഉണ്ടല്ലോ, അതിവിടേക്ക് എഴുതി കൊടുക്കുക. ചിടിയാക്കെ ഗർമേം ചിടിയാക്കെ ബച്ചേ ഹേ എന്നുള്ള ഈ ഫസ്റ്റ് സെന്റൻസ്, ഈ ഫസ്റ്റിലെ സെന്റൻസ് ആണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ചിടിയ തിനക്കോം സേ ഗർ ബനാത്തി ഹേ, പക്ഷി പുൽക്കൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് വീട് ഉണ്ടാക്കുന്നു. പക്ഷി പുൽക്കൊടി കൊണ്ട് വീടുണ്ടാക്കാൻ പോണ കണ്ടോ? വായില് ആ പക്ഷിന്റെ ചുണ്ടിന്റെ ഉള്ളിൽ പുൽക്കൊടി ഉണ്ട്, അതായിട്ട് അത് വീടുണ്ടാക്കാൻ പോവാണ്. ഈ പിക്ചറിന് നേരെയാണ് 2ാമത്തത് എഴുതി കൊടുക്കേണ്ടത്. ഈ രണ്ടാമത്തെ സെന്റൻസ് ഇവിടേക്ക് എഴുതാം. ഓക്കെ, ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? 3ാമത്തെ ചിടിയാക്കെ ബച്ചെ ഉടിജാത്തേ ഹേ, പക്ഷി കുഞ്ഞുങ്ങൾ പറന്നകലുന്നു. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നകലുകണ കണ്ടോ? ആ സെന്റൻസ് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, 2ാമത്തെ പക്ഷിക്കുഞ്ഞുങ്ങൾ ഉട് ജാത്തെ ഹേ, ചിടിയാക്കെ ബച്ചെ ഉട് ജാത്തെ ഹേ, പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നകലുന്നത് അതാ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് പഹ്ചാനെ ഓർ താലിക ബരെ, തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഈ ബോക്സ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ. അതിൻ്റെയൊക്കെ ആൻസർ ഇതാ ഇവിടെ താഴെ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ ഇവിടേക്കുള്ള ആൻസർ ആണ്. അത് നിങ്ങളിവിടെ എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം. ഗർക്കെ അന്തർ കോൻ ഹേ, വീട്ടിന്റെ ഉള്ളിൽ ആരാണുള്ളത്? പിക്ചറിലേക്ക് നോക്കുക. ഇതൊരു വീടാണ്, കണ്ടോ? ഇതൊരു വീട്, ഗർ. ഈ വീട്ടിന്റെ ഉള്ളിൽ ഇതാ ഒരു കുട്ടി നിൽക്കുന്ന, ഒരു ആൺകുട്ടി, കണ്ടോ? ഒരാൺകുട്ടി നിൽക്കണുണ്ടല്ലേ? അപ്പൊ ആൺകുട്ടിക്ക് എന്താ പറയാ? ലഡുക്ക അല്ലേ? ആൺകുട്ടിക്ക് ലഡുക്ക എന്ന് പറയും. അപ്പൊ ലഡുക്ക എന്നുള്ള സെന്റൻസ് എവിടെയാണ്? ഗർക്കെ അന്തർ ലഡുക്ക ഹേ, അതെവിടെ ഉണ്ടോ നോക്കുമ്പോക്ക്? ഗർക്കെ അന്തർ ലഡുക്ക ഹേ, കണ്ടോ? ഇതാ ഗർക്കെ അന്തർ ലഡുക്ക ഹേ, കണ്ടല്ലേ? ഇതാണ് അവിടേക്കുള്ള ആൻസർ. അതിവിടെ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ എഴുതണ്ട. ഇനി അടുത്തത് നോക്കാം.
കഹാം ഹേ. ഇതിൽ കുത്ത ഉണ്ടോ? കുത്ത. അതൊക്കെ കണ്ടോ കുത്ത. കുത്ത പറഞ്ഞ എന്താണ്? നായയാണ് കുത്ത. ഈ കുത്ത എവിടെയാണ് നിൽക്കുന്നത്? വീടിന്റെ പുറത്ത് അല്ലേ? അപ്പൊ വീടിന്റെ പുറത്ത് തന്നെ എന്താ പറയാ? വീട് പറഞ്ഞ ഗറാണ്, ബാഹർ എന്ന് പറഞ്ഞ പുറത്താണ്. അപ്പൊ വീടിന്റെ പുറത്ത് ഗർക്കെ ബാഹർ. അപ്പൊ ഇതിൽ ഗർക്കെ ബാഹർ എന്ന് എഴുതിയത് ഏതാണ്? നമുക്ക് നോക്കാം. ഗർക്കെ ബാഹർ. കുത്ത ഗർക്കെ ബാഹർ ഹേ. കണ്ടില്ലേ? കുത്ത ഗർക്കെ ബാഹർ ഹേ. പട്ടിക്കുഞ്ഞ് എവിടെയുള്ളത്? വീടിന് പുറത്താണുള്ളത്. എന്താ പട്ടി, ഇവിടെ നിൽക്കണ പട്ടി ഉണ്ടല്ലോ, നായ എവിടെയാണുള്ളത്? വീടിന്റെ പുറത്ത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. കുത്ത ഗർക്കെ ബാഹർ ഹേ എന്ന് എഴുതാം. ഈ രണ്ടാമത്തെ ആൻസർ ആണത്, കുത്ത. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് പറഞ്ഞുതരാ. ഇവിടെ കണ്ടോ കുത്ത എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ആൻസറിൽ ഇതാ കുത്ത ഉണ്ടല്ലേ? ഇവിടെയും കുത്ത എന്ന് എഴുതിയിട്ടുണ്ട്. ആൻസറിന്റെ അടുത്തേക്ക് വരുമ്പോ അവിടെയും അതോ അതുപോലെ കുത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി അടുത്തത് നോക്കാം. നദീമേ ക്യാ ഹേ. നദിയിൽ എന്താണ് ഉള്ളത്? നദീമേ ക്യാ ഹേ. നദീമേ മച്ചലി ഹേ. കണ്ടോ? നദീമേ മച്ചലി ഹേ. ഇവിടെ നദി ഉണ്ട്, ആൻസറിലും നദി എന്നുണ്ട്. കണ്ടോ? നദീമേ മച്ചലി ഹേ. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നദീമേ മച്ചലി ഹേ. അടുത്തത് ബഗീച്ചേമേ കോൻ ഹേ. പൂന്തോട്ടത്തിൽ ആരാണുള്ളത്? ബഗീച്ചേമേ ലടുക്കി ഹേ. എന്താ പൂന്തോട്ടത്തിൽ ആരാളുള്ളത്? നമുക്ക് നോക്കാം. അതാ പൂന്തോട്ടത്തിൽ ലടുക്കി നിൽക്കണുണ്ടോ? പൂന്തോട്ടത്തിൽ ആരാണുള്ളത്? പൂന്തോട്ടത്തിൽ ലടുക്കിയാണ് ഉള്ളത്. നദിയിൽ മച്ചലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതാ മച്ചലി കണ്ടോ? മച്ചലി ഇതവിടെ, മത്സ്യം കണ്ടില്ലേ? ചിടിയ കഹാം ഹേ. ചിടിയ കഹാം ഹേ. അതാ ചിടി എവിടെ ഇരിക്കുന്നുണ്ടോ? മരക്കൊമ്പിലാണ് ഇരിക്കുന്നത്. മരത്തിന് എന്താ പറയാ? പേട്. അപ്പൊ ചിടിയ പേട് പർ ഹേ. നമുക്ക് നോക്കാം സെന്റൻസ് എവിടെയാണ്. ചിടിയ പേട് പർ ഹേ. കണ്ടോ? ചിടിയ പേട് പർ ഹേ. ചിടിയ മരത്തിലാണ്. അത്രയാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ള വർക്ക്. അത്രയും നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എല്ലാ ഈ പാഠത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചാലേ അവർ താലികാബരി അതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് തന്നെ വായിക്കുക. അക്ഷരങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വായിക്കുക. ചിഹ്നങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. ചിഹ്നങ്ങൾ തെറ്റിക്കാതെ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് പഠിച്ച് വെക്കാം. ഇനി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ.